എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് റിയാദിലെ ബത്തയിലുള്ള ബത്ത സ്ട്രീറ്റിലാണ് നമ്മളുള്ളത്. നമ്മളിന്ന് മറ്റൊരു യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ യാത്രകളും നമ്മളെല്ലാവരും കാണിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ യാത്ര അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഈ റോഡൊക്കെ നോക്കുമ്പോൾ ഈ ഒരു നീല ആകാശം, ബ്ലാക്ക് ആയിട്ടുള്ളൊരു റോഡ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല അതിഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. നമ്മൾ ഇന്നുള്ളത് ദമാമിലെ ജുബൈൽ വരുന്ന സ്ഥലത്തും അതേപോലെ ദമാമിൽ സൈക്കോ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തൊക്കെയാണ് നമ്മളന്ന് പോകുന്നത്. അവിടുത്തെ ചെറിയ കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ, നമ്മൾ ഈ ഒരു യാത്രയിൽ ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ എന്താ പറയുക, ചില യാത്രകൾ അങ്ങനെയാണല്ലോ. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുന്ന പ്രത്യേകതരം ഭംഗി തന്നെയാക്കാറ് ചില കാഴ്ചകൾക്ക്. അത് നമുക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്താലോ ഒന്നും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. എന്നാൽ പോലും ഇതിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാത്ത സമയത്തൊക്കെ ഓരോ യാത്രകളും നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കലുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ആസ്വാദനം മറ്റുള്ളവരുടെ കാണിക്കണം, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും ഓരോരോ സ്ഥലങ്ങളൊക്കെ, അവരൊക്കെ കാണിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോ തന്നെ ചെയ്യുന്നത്. നമ്മൾ ജുബൈലാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ എത്തുന്നത് ദമാമിലെ ജുബൈൽ ആയിരുന്നു. ജുബൈലിൽ ബംഗാളി മാർക്കറ്റ് ഉണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി. വീക്കെൻഡ് ആയതുകൊണ്ട്, ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് അവിടെ പർച്ചേസിങ്ങിനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ധാരാളം തെരുവ് കച്ചവടങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റി. പാൻസുകൾ, അതേപോലെ ബാഗ്, ഒരുപാട് ഐറ്റംസ്. അതേപോലെ വലിയ സൂപ്പർ മാർക്കറ്റുകൾക്ക് ഭയങ്കര ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ദമാമിലെ സീക്കോ ബിൽഡിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോരുന്നത്. യാത്രകൾ എപ്പോഴും മനോഹരമാകുന്നത് അതിരാവിലെയുള്ള യാത്രകൾ, അതുപോലെ വൈകുന്നേരങ്ങളിലുള്ള യാത്രകളും ആയിരിക്കുമല്ലോ. രാത്രികളിലുള്ള യാത്രകളും അതിമനോഹരമായിരിക്കും. കാരണം നമ്മുടെ പല സ്ഥലങ്ങളും നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നടന്നു പോകുകയാണെന്ന് തന്നെയൊക്കെ സൈലൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഏതായാലും വൈകുന്നേരത്തുള്ള ഞങ്ങളുടെ ഈ യാത്ര, ഈ ഒരു റോഡ്, ഈ ഒരു കാഴ്ചകളൊക്കെ ഗംഭീരമായിരുന്നു. റോഡിൻ്റെ കാഴ്ചകളും ഈ ചുറ്റുമുള്ള ഭംഗികളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്തു. യാത്രയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു സൈക്കിള്, ഒരു വലിയൊരു സൈക്കിള്. ആരായിരിക്കും അതവിടെ കൊണ്ടുപോയി വെച്ചത്? എന്നാലും ഈ റോഡിൽ എവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ ആ മുകളിൽ കയറ്റിയത് എന്നൊക്കെ കുറേ ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ ദമാമിൽ ഒരുപാട് മലയാളികളും അല്ലെങ്കിൽ ഒരുപാട് പ്രവാസികൾ വീക്കെൻഡിൽ പർച്ചേസിങ്ങിനും അല്ലെങ്കിൽ മറ്റാവശ്യത്തിനൊക്കെ വരുന്ന ആ ഏരിയ ആയ സീക്കോൻ്റെ ആ ഒരു ഏരിയയിലെത്തിയിട്ടുണ്ട്. ഈ തിരക്ക് പിടിച്ച ഈ ഒരു ടൗണിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓരോ സംഭവങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഒഴിവ് സമയം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്കവിടെ കാണാൻ പറ്റി. അവർ എല്ലാവരും തിരക്കിലാണ്. അവരവരുടേതായിട്ടുള്ള ഓരോ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ
ഓഫറിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അവരുടെ പെട്ടിയിലെടുത്ത് വെക്കും. ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആണെച്ചെങ്കിൽ പോലും അവരുടെ വെക്കേഷൻ സമയത്ത് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ. ദമ്മാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ദമ്മാമിനോട് വിട പറയുകയാണ്. ഇനി മറ്റൊരു ദിവസം വരാമെന്ന് ആഗ്രഹിക്കുന്നു. സമയം 3:48 നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ഈ പോരുന്ന സമയത്ത് ഈ ഉറക്കക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെന്തായാലും പിന്നെ ഡ്രൈവ് ചെയ്യരുത്, വണ്ടി നിർത്തി ഉറങ്ങിയതിന് ശേഷം വീണ്ടും യാത്ര തുടരുക. സോ ഇനി അധികം ദൂരമല്ല, ഇനി റൂമിൽ ചെല്ലുക, അതിഗംഭീരമായിട്ട് വിശാലമായിട്ടൊന്ന് കിടന്നുറങ്ങുകയും ചെയ്യാം. സോ അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി ആൾട്ടാക്കുന്ന സമയത്ത് ഈ വണ്ടികളൊന്നും സ്റ്റാർട്ടല്ലായിരുന്നു, അപ്പോൾ ഓഫിലായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാ വണ്ടികളും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ചിലരൊക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനിയില്ല, ഇനിയിപ്പോൾ സമയം 3:49, 4 മണിയായല്ലോ. അപ്പോൾ ഏകദേശം പെട്ടെന്ന് ഇവിടെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് ഇവിടെ.